പ്രാവശ്യം നുണ പറഞ്ഞിട്ടുണ്ട്, ആരോപണം കുറിച്ച് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്, എല്ലാം പൊളിഞ്ഞില്ലേ? ഇതും പൊളിഞ്ഞു. ആറ്റം ബോംബ് എന്ന് പറഞ്ഞ് നടക്കുന്ന രാഹുൽ ഗാന്ധി പുള്ളിക്കാരൻ വിചാരിക്കുന്നത് ആറ്റം എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഏറ്റവും ചെറിയൊരു എലിമെന്റാണ്. ആറ്റം ബോംബ് എന്ന് പറഞ്ഞപ്പോൾ അയാൾ വിചാരിച്ചു ഇത് ചെറിയൊരു ഇഷ്യൂ ആണ്, അത് ചെറിയ ഇഷ്യൂ ആയി മാറി, അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾ അതിന് ന്യായീകരിക്കാൻ ഇറങ്ങണ്ടെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം രാഹുൽ ഗാന്ധിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് കണ്ടാൽ മനസ്സിലാക്കണം, ഇതിപ്പോൾ തുടങ്ങിയ ഒരു കാര്യമൊന്നുമല്ല, ഇപ്പോൾ തുടങ്ങിയ ഒരു രീതിയൊന്നുമല്ല. 10-11 കൊല്ലമായിട്ട് എല്ലാം ഞാൻ പറഞ്ഞ പോലെ 4-5 ദിവസം ഒരു പുതിയ വാർത്ത, ഒരു പുതിയ ആരോപണം, എന്നിട്ട് ഒരു പ്രഡിക്റ്റബിളി ഞാൻ പറഞ്ഞുതരാം, 7 ദിവസം കഴിഞ്ഞിട്ട് അത് പൊളിയും, അത് കഴിഞ്ഞിട്ട് ഒരു പുതിയ വാർത്തയായിരിക്കും. ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കണം. തോറ്റ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് ഒരു ബുദ്ധിമുട്ട്, അവരുടെ നേതൃത്വം, അവരുടെ രാഹുൽ ഗാന്ധിന്റെ ലീഡർഷിപ്പിനെ കുറിച്ച് അവിടെ ചോദ്യങ്ങൾ പ്രവർത്തകർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവരുടെ ശ്രദ്ധ തിരിക്കാൻ രാഹുൽ ഗാന്ധി ഓരോരോ ആരോപണം. നോക്ക്, ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആരാണ് ജയിക്കേണ്ടത്, ആരാ തോൽക്കേണ്ടത്. ഒന്നും ചെയ്യാത്തൊരു കോൺഗ്രസ് പാർട്ടി, അഴിമതിയും ദുർഭരണം ഇന്നും ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണ് ജനങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? ഇതല്ലേ മനസ്സിലാക്കേണ്ടത്.